ഹലോ, ഞാൻ വി കെ അനിൽകുമാർ, അനിൽസ് കരിയർ ഗൈഡൻസ്, www.anilscareerguidance.com. നാം ചിന്തിക്കുന്നത് നീറ്റിനെ കുറിച്ചാണ്. നീറ്റിനെ പഠിക്കുമ്പോൾ അതിൻ്റെ വിജയസാധ്യത, ആകുലത, അതിൻ്റെ പ്രയാസങ്ങൾ, അതിൻ്റെ പണച്ചെലവ് ഇതൊക്കെ കണക്കിടുമ്പോൾ ആ പരീക്ഷ കടന്നുകൂടിയില്ല എങ്കിൽ, അല്ലെങ്കിൽ ഓവർകം ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ ഉണ്ടാകുന്ന നിരാശ അത് കുട്ടികളിലും അവരുടെ വ്യക്തിത്വത്തിലും സമൂഹത്തിലും രക്ഷിതാക്കളിലും ഒക്കെ പ്രതിഫലിക്കുന്നു. ഇത് ഒരു സാമൂഹ്യ വിപത്ത് എന്ന് പറയാൻ പാടില്ല, എങ്കിലും ദർ ഈസ് എ പ്രോബ്ലം. അപ്പോൾ ഇത് അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ട് ചില ഓൾട്ടർനേറ്റീവ്സ് ഡിസ്കസ് ചെയ്യണം നമ്മളിവിടെ. ഒരു കരിയർ ഗൈഡൻസ് അല്ലെങ്കിൽ കരിയർ കൗൺസിലർ എന്നുള്ള നിലയിൽ പല കുട്ടികളെയും ഞാൻ കാണുന്നുണ്ട്, ഇതിൻ്റെ പാരൻസിനെയും കാണുന്നുണ്ട്. അവർക്ക് ഇതിൻ്റെ അതിജീവനം ലഭ്യമാകാതെ വരുമ്പോൾ അവർക്കുണ്ടാകുന്ന നിരാശ, റിപ്പീറ്റേഴ്സ്, അങ്ങനെ ഉള്ള ഒരുപാട് പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ നീറ്റിന് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് അതേ കണ്ടൻറ്റ് കൊണ്ട് എഴുതാവുന്ന എൻട്രൻസ് കോഴ്സുകളും എൻട്രൻസ് ടെസ്റ്റുകളുണ്ട്. അതും കൂടി മനസ്സിൽ കരുതുക. ആസ് എ പ്ലാൻ, ആസ് എൻ ഓൾട്ടർനേറ്റീവ് പ്ലാൻ, ഒരു ഓൾട്ടർനേറ്റീവ് പ്ലാൻ എന്നുള്ള നിലയിൽ അതും മനസ്സിൽ കരുതുക. ഒന്ന്, അതിനേക്കാൾ ഉപരി നമ്മൾ നീറ്റിന് ചേരുമ്പോൾ തന്നെ ചിന്തിക്കുക, നമ്മളതിന് അനുയോജ്യനാണോ, എൻ്റെ പേഴ്സണാലിറ്റി അതിന് ഫിറ്റാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചുറച്ചിട്ടേ നീറ്റ് പഠിക്കാനായിട്ട് തുടങ്ങാവും. കാരണം നീറ്റ് പഠിക്കുക, പഠനം കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ MDക്ക് പോവുക, പിന്നെ ജോലി ചെയ്യുക, ജോലി ചെയ്യുമ്പോഴുള്ള ഒരു ഓക്യുപ്പേഷണൽ പേഴ്സണാലിറ്റി ഇതൊക്കെ ഉണ്ടോ എന്നൊന്ന് പരിശോധിച്ചിട്ടാണ് നമ്മൾ ഒരു പഠനം തിരഞ്ഞെടുക്കേണ്ടത്. ഓഫ് കോഴ്സ് അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ നീറ്റ് പഠിക്കുമ്പോൾ നമുക്ക് ലഭ്യമാകാതെ വന്നാൽ, അല്ലെങ്കിൽ ക്വാളിഫൈ ചെയ്യാതെ വന്നാൽ ഉണ്ടാകുന്ന നഷ്ടബോധം പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു നഷ്ടബോധം വരാതിരിക്കുന്നതിനുള്ളൊരു പരിഹാരം എന്നുള്ള നിലയിൽ ചില ഓൾട്ടർനേറ്റീവ്സ് നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ഓൾട്ടർനേറ്റീവ്സ് എന്ന് പറയുമ്പോൾ നീറ്റിൻ്റെ കണ്ടൻറ്റിൽ തന്നെ, അല്ലെങ്കിൽ സിലബസ് എന്ന് പറയാൻ പറ്റില്ല, നീറ്റിൻ്റെ കണ്ടൻറ്റിൽ തന്നെ ഉള്ള ചില മത്സര പരീക്ഷകൾ അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് നടക്കുന്നുണ്ട്. അതിൽ ചിലത് മാത്രമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് എനിക്ക് നിങ്ങൾക്ക് ഒരു കണ്ടൻറ്റ് ഇങ്ങനെ ഉണ്ട് എന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പ്രധാനമായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു എൻട്രൻസ് എക്സാമിനേഷനാണ് നെസ്റ്റ്, നാഷണൽ എൻട്രൻസ് സെർച്ച് ടെസ്റ്റ്. നാഷണൽ എൻട്രൻസ് സെർച്ച് ടെസ്റ്റ് ഇതിൽ സയൻസിൽ കുട്ടികളുടെ പ്രാവീണ്യം പരിശോധിക്കുകയും ആ പ്രാവീണ്യത്തിനനുസരിച്ചുള്ള പഠനത്തിന് സഹായകരമായ രീതിയിൽ അവർക്ക് അവസരം ലഭിക്കുകയും ചെയ്യുന്നു. മറ്റൊന്ന്, സെൻറ്റർ ഫോർ എക്സലൻസ് ഇൻ ബേസിക് സയൻസ്. ബോംബെ യൂണിവേഴ്സിറ്റിയും ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറ്റോമിക് എനർജിയും കൂടെ ചേർന്ന് നടത്തുന്ന ഒരു എൻട്രൻസ് ടെസ്റ്റാണ്, അവർ നടത്തുന്ന കോഴ്സാണ്. അപ്പോൾ അതിൽ സയൻസിൽ പ്രാവീണ്യമുള്ള കുട്ടികൾക്ക് അവിടെ ആ ടെസ്റ്റ് എഴുതിയാൽ അവസരമുണ്ട്. ഓൾമോസ്റ്റ് നീറ്റിൻ്റെ സിലബസ് തന്നെയാണ് ഇതിലും വരുന്നത്. അപ്പോൾ നീറ്റിന് പഠിക്കുന്ന കുട്ടികൾ ഒരു ഓൾട്ടർനേറ്റീവ് എന്നുള്ള നിലയിൽ നെസ്റ്റ് നോക്കാം, പിന്നെ സെൻറ്റർ ഫോർ എക്സലൻസിൻ്റെ ടെസ്റ്റ് നോക്കാം, പിന്നെ ഇന്ത്യൻ കൗൺസിൽ ഫോർ അഗ്രികൾച്ചറൽ റിസർച്ച് ICAR അതിൻ്റെ ടെസ്റ്റുണ്ട്. അഗ്രികൾച്ചർ മേഖലയിലെ അഗ്രികൾച്ചറും അലൈഡ് ആക്ടിവിറ്റീസും, റിസർച്ച് സയൻറ്റിസ്റ്റ്, അഗ്രികൾച്ചറൽ സയൻറ്റിസ്റ്റ്, അഗ്രോണമിസ്റ്റ്, ഇങ്ങനെ ഒത്തിരി മേഖലകളിൽ തൊഴിൽ സാധ്യതയുള്ളതാണ്. ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട 3, ഇനി ഒരു ടെസ്റ്റ് കൂടെ പറഞ്ഞാൽ CUET, ഒരു എൻട്രൻസ് ടെസ്റ്റ്. നീറ്റിൻ്റെ അതേ സിലബസിൽ സയൻസ് പഠിക്കുന്ന കുട്ടികൾക്ക് വരുന്നതാണ്. പ്യുവർ സയൻസിൽ BSc, അതുപോലെ തന്നെ BSc പ്ലസ് അഡീഷണൽ ഇൻ്റഗ്രേറ്റഡ് MSc, ഇങ്ങനെ പല കോഴ്സുകൾക്കും തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു എൻട്രൻസ് ടെസ്റ്റാണ് CUET. സെൻട്രൽ ഗവൺമെൻറ് നടത്തുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റികൾക്കും ചില ഡീംഡ് യൂണിവേഴ്സിറ്റികൾക്കും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾക്കും എല്ലാം ഇത് ബാധകമായിക്കൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ പ്രാധാന്യം കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ടെസ്റ്റുകൾ നമുക്ക് എഴുതി നാം ഉദ്ദേശിക്കുന്ന തരത്തിൽ നല്ല നിലയിൽ വരാൻ സാധിക്കും. നല്ല പഠന മേഖലകളും പഠിച്ച് കഴിയുന്ന വിഷയങ്ങൾ ലോകത്തിനും രാജ്യത്തിനും പ്രയോജനകരമായ രീതിയിൽ ഉപയോഗിക്കുവാനും സാധിക്കുന്നു എന്നുള്ളതാണ്. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഞാൻ പഠിക്കുന്ന വിഷയം നാളെ
എൻ്റെ ഒരു പ്രവൃത്തി കൊണ്ട്, എൻ്റെ ഒരു ജോലി കൊണ്ട് ലോകത്തിന്, മനുഷ്യന് എന്ത് പ്രയോജനമുണ്ടായിത്തീരും എന്ന ഒരു ഫോക്കസ് നമ്മൾ വിഷയങ്ങളുടെ കൺസെപ്റ്റ് പഠിക്കുക. അപ്പോൾ ചുരുക്കി നമ്മൾ പറയുമ്പോൾ നീറ്റിൻ്റെ അതേ സിലബസിൽ നമുക്ക് എഴുതാവുന്ന എൻട്രൻസ് ടെസ്റ്റുകളുണ്ട്. ഒട്ടും മോശമല്ല, ഒരു ഡോക്ടർ എന്നതിനേക്കാൾ ഒട്ടും മോശമല്ല. നമ്മൾ ചെയ്യുന്ന ജോലി നാം എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ മഹാത്മ്യം. അപ്പോൾ ആ ടെസ്റ്റുകളും കൂടെ മനസ്സിൽ കണ്ടുകൊണ്ട് നീറ്റിന് പഠിച്ചാൽ, ഇൻ കേസ് നീറ്റ് ക്വാളിഫൈ ആകാതെ വന്നാൽ നിരാശ വരാതെ, ഡെസ്പറേറ്റ് ആകാതെ, ഡിസപ്പോയിൻറ്റഡ് ആകാതെ മറ്റൊരു വളരെ ശ്രേഷ്ഠമായ, ഉന്നതമായ ഒരു തൊഴിൽ മേഖല, ഒരു സേവന മേഖല കണ്ടെത്തുവാൻ സഹായിക്കുന്ന എൻട്രൻസുകളുണ്ട്. അതുകൊണ്ട് നീറ്റിന് ചെലവഴിക്കുന്ന സമയവും, നീറ്റിന് ചെലവഴിക്കുന്ന എഫേർട്ടും, നീറ്റിന് ചെലവഴിക്കുന്ന പണവും കൊണ്ട് ആർജിക്കുന്ന നോളജ് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എൻട്രൻസുകളിൽ ഇതെനിക്ക് അപ്ലൈ ചെയ്യാം എന്ന വിശ്വാസവും അറിവും നമുക്ക്, അഥവാ നമുക്ക് നീറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മളെ ബാധിക്കാതിരിക്കാൻ സഹായിക്കട്ടെ എന്ന് വിശ്വസിക്കുന്നു. Hope this is useful to you. Thank you very much.